ബ്രോഡാഡിയിലെ കളർഫുൾനെസ് കാണുന്ന സമയത്ത് ഇപ്പൊ ലാലേട്ടനും വന്ന് നോക്കിയിട്ടുണ്ടാവുമല്ലോ, ഈ നിൽക്കുന്ന സമയത്തൊക്കെ തോന്നുമ്പോൾ ഒരു എന്തോ ഒരു പുതിയ കളറാണല്ലോ അതിനകത്ത് ഇട്ടിരിക്കുന്ന ഡ്രസ്സൊക്കെ ഭയങ്കര ഒഴുക്കോട് കൂടിയ രസമുള്ള സാധനങ്ങൾ. അത് പുള്ളിയുടെ മുഖത്ത് ആ ഒരു സന്തോഷം കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ഷൂട്ടിന്റെ സമയത്ത്? പക്ഷെ എപ്പോഴും സിനിമയിൽ ആൾക്കാർ ഒരു ബിൽട്ടപ്പ് ഉണ്ടല്ലോ, അതായത് ഇതാണ് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് എക്സ്ട്രാ ചെയ്യാൻ പറ്റും എന്നാണ് പലരും ചിന്തിക്കുന്നത്. ഞാൻ എപ്പോഴും ചിന്തിക്കാറുള്ളത്, ട്രൈ ചെയ്യാറുള്ളത് അതിനെ എത്ര സിമ്പിളാക്കാൻ പറ്റുന്നതാണ്. സിമ്പിളാക്കിക്കൊണ്ട് നമുക്ക് എങ്ങനെ അതിനെ മാറ്റിയിരുത്താം, അല്ലെങ്കിൽ നമുക്കൊരു വേറെ രീതിയിൽ പഞ്ച് ഉണ്ടാക്കാം എന്നാണ് ഞാൻ ചിന്തിക്കാറ്. അപ്പോൾ ലാൽ സാർ എനിക്ക് തോന്നുന്നു ബ്രോഡാഡിയുടെ സമയത്തൊക്കെ കുറച്ച് നമുക്ക് എന്ത് രീതിയിൽ ഇതിനൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാമെന്ന് ലാൽ സാർ കുറച്ച് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇത്രയും സിമ്പിളായി പോകുമ്പം ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് കുറവായിരിക്കുമെന്ന് അദ്ദേഹം ചെറുതായിട്ടൊന്ന് അങ്ങനെ ചിന്തിച്ചിരുന്നു. പക്ഷേ മേ ബി പ്രോബ്ലി നമ്മൾ ആദ്യത്തെ ഒരു കുർത്ത അദ്ദേഹം വിട്ടു നോക്കുകയും അദ്ദേഹത്തിന് അത് ഇഷ്ടപ്പെടുകയും, പക്ഷെ മുന്നോട്ടുള്ള യാത്ര എങ്ങനെയാണെന്നുള്ളത് ഒരു കാര്യമുണ്ട്. നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താ, 1-2 കുർത്ത പ്ലസ് ഈ മുണ്ടൊക്കെ അല്ലേ എടുക്കുന്നത്. പക്ഷെ അതൊരു 3-4 സീനുകൾ കഴിഞ്ഞ് കഴിയുമ്പോൾ അദ്ദേഹം ഓട്ടോമാറ്റിക്കലി ഓക്കെ ഇതാണ് എന്ന് പറയുന്ന ഒരു സ്ഥാനത്തിലേക്ക് എത്തി. സോ അദ്ദേഹത്തിനോട് വർക്ക് ചെയ്യില്ല എപ്പോഴും എനിക്ക് തോന്നുന്നു എൻ്റെ എവറി സെറ്റിലും നമ്മുടെ ഏറ്റവും ഫ്രണ്ട്ലി ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത് ലാൽ സാറാണ്. ഞാൻ ചിലപ്പോൾ എൻ്റെ റിലാക്സേഷന് പലപ്പോഴും ലാൽ സാറിൻ്റെ റൂമിലേക്കോ കാരവനിലേക്കൊക്കെ പോകാറുണ്ട്. ചുമ്മാ അവിടെ പോയി ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ അവിടെ എന്തെങ്കിലും കഴിക്കാനൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അവിടെ ഇരിക്കുന്നതൊക്കെ നമുക്ക് എടുത്ത് കഴിക്കാനോ അല്ലെങ്കിൽ അദ്ദേഹം തരുമൊക്കെ ചെയ്യും. അല്ലെങ്കിൽ അദ്ദേഹത്തിനോട് 5 മിനിറ്റ് തന്നെ സംസാരിക്കാം നമുക്ക്. അങ്ങനെയൊക്കെയുള്ള ഒരു റിലീഫുള്ളൊരു വ്യക്തിയാണ്. അല്ലെങ്കിൽ നമുക്ക് പുതിയ എന്തെങ്കിലുമൊക്കെ നമ്മുടെ എന്തെങ്കിലും ഫാബ്രിക്സ് പുതിയതൊക്കെ കിട്ടി പുതിയ വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ യൂട്യൂബിലോ അല്ലെങ്കിൽ ചിലപ്പം വേറെ എന്തെങ്കിലുമൊക്കെ വീഡിയോസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കാണിച്ച് പലപ്പോഴും സിനിമയുടെ നമ്മൾ ഈ കോസ്റ്റ്യൂംസ് ഇടാനായിട്ട് പോകുന്ന സമയത്ത് നമ്മളൊരു 2-3 പേര് ഇപ്പോൾ ലാൽ സാറിൻ്റെ കൂടെ മുരളിച്ചേട്ടൻ എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട്. അദ്ദേഹമാണ് ലാൽ സാറിൻ്റെ എന്നും കോസ്റ്റ്യൂം കഴിഞ്ഞ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരു 30-35 ഇയേഴ്സായിട്ട് അദ്ദേഹം കൂടെയുണ്ട്. അപ്പോൾ അദ്ദേഹം എപ്പോഴും എന്നെ കൂടെ കൊണ്ടുപോകും. അപ്പം ഇതെന്താണെന്ന് മനസ്സിലാക്കിപ്പിക്കാനൊക്കെ നീ കൂടെയുള്ള നല്ലതാണെന്ന് പറയും മുരളിച്ചേട്ടൻ. അതൊക്കെ കുറച്ച് പേടിയാണ്. ഇതെന്താ മുരളിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പറയാൻ അദ്ദേഹത്തിന് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ പലപ്പോഴും അങ്ങനെ രാവിലെ എപ്പോഴും ഒരു 7 മണി 7:30 ആകുമ്പോൾ അദ്ദേഹത്തിൻ്റെ റൂമിൽ ചെല്ലും. അപ്പോൾ ചിലപ്പം താടി ട്രിം ചെയ്തുകൊണ്ടിരിക്കുകയോ അല്ലെങ്കിൽ ബാക്കിയുള്ള മേക്കപ്പ് പരിപാടികളൊക്കെ തന്നുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ നമ്മളവിടെ എവിടെയെങ്കിലും ഇരിക്കും, കുറച്ച് എന്തെങ്കിലുമൊക്കെ സംസാരിക്കും, അദ്ദേഹത്തിനോട് സംസാരിക്കും. അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ഈ പറയുന്ന പോലെ കോസ്റ്റ്യൂംസൊക്കെ നമ്മൾ ഇടിയിപ്പിക്കും. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ പറയും. അങ്ങനെ നമ്മൾ ഒരുമിച്ചാണ് നമ്മൾ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് പോകുന്നത്. സോ അങ്ങനെ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്പേസ് ഉള്ള സ്ഥലമാണ് എനിക്ക് അവിടെ. അത് ഒരു ദിവസം ഉണ്ടായതല്ല, അത് ഗ്രാജുവലി പതുക്കെ ഉണ്ടായി വന്ന. ഒത്തിരി കാലമായില്ലേ? ഈ വിവേക് ഒബ്രേ ഈ ലൂസിഫറിന്റെ സമയത്ത് കുറച്ച് അൺകംഫർട്ടായി പുള്ളിയുടെ സൂട്ട് കൊടുക്കുന്ന സമയത്ത് ഇതിൽ ഒരുപാട് പുറത്തുള്ള ആർട്ടിസ്റ്റുകളുണ്ട്. അപ്പൊ അങ്ങനെയെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് വന്ന് മാനേജ് ചെയ്യേണ്ട അവസ്ഥ വന്നോ? നമ്മൾ ഒരു ഇന്ത്യൻ ആക്ടേഴ്സിനെ കാണുന്ന പോലെയോ അല്ലെങ്കിൽ നമ്മൾ അവരുടെ ഇൻഹിബിഷൻസ് മോസ്റ്റ്ലി ഔട്ട്സൈഡ് ആക്ടേഴ്സിന് ഇല്ല. ഇനി ഉണ്ടെങ്കിൽ അവനെ ഒരിക്കലും നമുക്ക് ഹാൻഡിൽ ചെയ്യാനും പറ്റില്ല. അങ്ങനെയുണ്ട്. അതായത് എല്ലാവരും അങ്ങനെയാണെന്നല്ല, പക്ഷെ മെജോറിറ്റി ഓഫ് പീപ്പിൾ അവർ അതിനൊരു എന്താ പറയുക ബ്ലെസ്സിങ് ആയിട്ടാണ് കാണുന്നത്. അവർ ഒരു സെറ്റിലേക്ക് വരുന്നതും ഇന്ന് ഷൂട്ട് ചെയ്യുക എന്ന് പറയുന്നതൊക്കെ ഒരു മെഡിറ്റേഷൻ്റെ രീതിയിലേക്കാണ് കാണുന്നത്. രാവിലെ വരുന്നു, ആ സമയത്ത് അവർ ഫോണിലിരിക്കുകയോ അല്ലെങ്കിൽ ബാക്കിയുള്ള ആൾക്കാരുടെ അടുത്ത് സംസാരിക്കാനൊന്നുമല്ല. അവർ നേരെ അവർ വരുന്നു, ഒരു കോഫിയൊക്കെ കുടിച്ച് അവർ കാരവനിൽ കയറിയിരുന്ന് അവർ റിലാക്സ് ആവുന്നു. ദേ വെയിറ്റ് ഫോർ യു. നമ്മൾ വരുന്ന സമയത്ത് നമ്മളെ വിഷ് ചെയ്യുകയും അതുപോലെ എന്തൊക്കെയാണ് കാര്യങ്ങളെന്ന് ഭയങ്കര രസകരമായി ചോദിച്ചറിയുകയും ആ സീനിന് നമുക്ക് എന്താണോ നമ്മുടെ കയ്യിൽ എന്താണോ അതിനെപ്പറ്റിയുള്ള ഒരു എക്സ്പ്ലനേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അത് ചോദിച്ചറിയുകയും അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മളെ കംഫർട്ടബിൾ ആക്കുകയും അതിൽ കൂടെ അവർ കുറച്ച് കംഫർട്ടബിൾ ആവുക എന്ന് പറയുന്നൊരു പ്രോസസ്സ് ഉണ്ട് അവർക്ക്. അങ്ങനെ കുറേ ആൾക്കാർ നമ്മൾ ഈ സിനിമയിൽ നമ്മൾ പരിചയപ്പെട്ടു. എസ്പെഷ്യലി ജെറോം എന്ന് പറഞ്ഞൊരു ആക്ടർ നമ്മളിപ്പം ഗെയിം ഓഫ് ത്രോൺസിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെയൊക്കെ ഫോട്ടോ ഇപ്പോൾ ഈ ക്യാരക്ടേഴ്സ് പുറത്തുവിട്ട് പോകുന്നുണ്ടായിരുന്നു. സോ അദ്ദേഹം 6-7 പ്രാവശ്യം ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. ഐ തിങ്ക് ഡ്യൂറിങ് 2007-8 ആ സമയത്ത്. അപ്പം ഞാൻ അവരോട് ചോദിച്ചു ഇത് എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ വന്നതെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ലൈഫ് തേടി വന്നതാണ്. അതായത് അയാൾ ആക്ടറാണ്, എസ്റ്റാബ്ലിഷ്ഡ് ആക്ടറാണ്, കുറേ കാര്യങ്ങൾ വളരെ നല്ല രീതിയിൽ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും നമ്മൾ എവിടെയോ എന്തോ മിസ് ചെയ്യുന്നു എന്ന് പറയില്ലേ, അല്ലെങ്കിൽ ഇതല്ല വേറെ എന്തോ ബാക്കിയുണ്ടെന്നൊക്കെ തോന്നുന്ന അങ്ങനെയൊക്കെ തോന്നലുകളൊക്കെ ചിലപ്പോൾ ലൈഫിൽ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു പ്രാവശ്യം ഇന്ത്യയിൽ ഇപ്പോൾ UP-യിൽ വരികയും ബോധ്ഗയയിൽ അദ്ദേഹം പോയിട്ടുണ്ട്. അപ്പം അവിടെയൊക്കെ പോയിട്ട് പിന്നെ ഒരു ഓൾമോസ്റ്റ് നെക്സ്റ്റ് 6 or 7 years അയാൾ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരുന്നു ആ സമയത്ത്. അപ്പം അങ്ങനെ ഇന്ത്യയായിട്ട് കണക്ഷനുള്ള ഒരാളാണ്. അപ്പോൾ ആലോചിച്ച് നോക്കും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിന് ആദ്യം നമ്മൾ ഈ കോസ്റ്റ്യൂം ട്രയലിന് വേണ്ടിയിട്ട് ഞങ്ങൾ 11 പേരാണ് പോകുന്നത്.
അത് UK-ലായിരുന്നു. അപ്പോൾ 11 പേര് നമ്മൾ അദ്ദേഹത്തിൻ്റെ റൂമിൽ പോകുന്നത്, അദ്ദേഹം ഞെട്ടിപ്പോയി, ഇത് എന്താ സംഭവം. അപ്പോൾ ജനറലി ഈ ആക്ടേഴ്സൊന്നും അവരൊരു കോഡ് വെച്ചിട്ട് അവരൊരിക്കലും അവരുടെ കോസ്റ്റ്യൂം ഫിറ്റിംഗ് ഒന്നും അവരുടെ റൂമിൽ ചെയ്യില്ല. അവരുടെ രീതിയിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുവേണ്ടി ഒരു സെപ്പറേറ്റ് സ്പേസ് ആൻഡ് ടൈം വേണം അവർക്ക്. ആ സ്ഥലത്ത് മാത്രമേ അവർ ചെയ്യുള്ളൂ. പക്ഷെ നമ്മുടെ സിനിമയുടെ റെസ്ട്രിക്ഷൻസോ നമ്മുടെ കാര്യങ്ങൾ കൊണ്ടോ നമ്മൾ നേരെ റൂമിലേക്കാണ് പോയത്. പക്ഷെ അതിനെ അവർക്ക് അയാൾക്ക് സ്വീകരിക്കാൻ പറ്റി. ഈ ടുക്ക് ഇറ്റ് വെരി വെൽ. അപ്പം അങ്ങനെ ചോദിച്ചറിയുകയും അതിലുള്ള ആൾട്രേഷൻസ് അദ്ദേഹത്തിൻ്റെ രീതിയിൽ, ഇപ്പം അവിടുത്തെ മോസ്റ്റ്ലി അവിടുത്തെ രീതികളാണല്ലോ ആ തുണികൾക്കൊക്കെ. അപ്പം അതിൽ നമ്മൾ കുറച്ച് ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ അദ്ദേഹത്തിന് നമുക്ക് നല്ല ഉത്തരങ്ങൾ പറയാൻ സാധിക്കുകയും നമുക്ക് പറഞ്ഞു തരികയും നമ്മളെ ഒരു ബോധവാനാക്കുകയും അങ്ങനെ നമ്മൾ അതിനെ വീണ്ടും ഒരു സെക്കൻഡ് റൗണ്ട് വീണ്ടും ചെയ്യുകയും. സോ എഗെയിൻ നമ്മുടെ മേക്കപ്പായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അവർക്ക് അങ്ങനെയുള്ള മേക്കപ്പോ കാര്യങ്ങളൊക്കെ വെച്ചാൽ യൂഷ്വൽ മേക്കപ്പ്. പക്ഷെ നമ്മുടെ സിസ്റ്റം എന്ന് പറയുന്നത് അവരുടെ അത്രയും ടൈം ടേക്കിംഗ് അല്ല. അവർ അത്ഭുതപ്പെടുവാണ് ശരിക്കും പറഞ്ഞാൽ. നമ്മുടെ ഇന്ത്യക്കാരുടെ മൾട്ടി ടാസ്കിങ് നമ്മൾ അങ്ങനെയാണല്ലോ. നമ്മൾ ഒരാൾ തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു സെറ്റിൽ പോലും. സോ ദേ തിങ്ക് ദാറ്റ് ഹൗ ഇസ് ഇറ്റ് പോസിബിൾ, ഇത് എങ്ങനെയാണ് നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതെന്ന് ചോദിക്കുന്നത്. ഇപ്പോൾ അവിടെ അങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ നമ്മളൊരു വൈഫൈ കണക്ഷൻ പോലും പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് വന്ന് ശരിയാക്കാൻ വേണ്ടി 10 ദിവസം സമയം എടുക്കും. ആ 10 ദിവസം നമുക്ക് വൈഫൈ ഇല്ല, നമ്മൾ എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല. അത് അവരുടെ രീതി അങ്ങനെയാണ്. അപ്പം നമ്മൾ കുറച്ചും കൂടെ പെട്ടെന്ന് ഫാസ്റ്റാണ്, നമ്മൾ കുറച്ചും കൂടെ അഗ്രസീവാണ്. അവരെല്ലാത്തിനെയും അങ്ങനെ എടുക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ കൂടുതൽ കണ്ടത്. സോ അവരുടെ കൂടെ വർക്ക് ചെയ്യാന്ന് പറയുന്നത്, ഇപ്പോൾ ഗെയിം ഓഫ് ത്രോൺസിൽ ഇദ്ദേഹം ഗെയിം ഓഫ് ത്രോൺസിലുള്ള ആൾ ഇതിലുണ്ടെന്ന് പറഞ്ഞപ്പോൾ പിന്നെ നമ്മൾ വേറെ അതെ, ബിക്കോസ് അങ്ങനെ ഒരാളെ നമുക്ക് കാണാൻ കിട്ടുന്നില്ലേ. അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞു, അങ്ങനെ ഒരു സിനിമയെ നമുക്ക്, അല്ലെങ്കിൽ നമ്മുടെ മലയാളത്തിൽ നിന്നൊരു സിനിമ പോയിട്ട് അങ്ങനത്തെ ഒരാളെ നമ്മൾ അഫോർഡ് ചെയ്യുന്നു എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഭയങ്കര എക്സ്പെരിമെൻ്റൽ ഫിലിമാണ്. ഇപ്പം എന്നോട് ഒരാൾ ചോദിക്കുകയുണ്ടായി, നമ്മുടെ ഒരു ഫാമിലി എന്ത് തള്ളലാണല്ലേ തള്ളുന്നത്, ഗെയിം ഓഫ് ത്രോൺസിലത്തെ ആക്ടറെ കൊണ്ടുവന്നുണ്ട് അത് തള്ളുന്നു, അമീർ ഖാൻ്റെ സിസ്റ്റർ ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഞാൻ അദ്ദേഹം ചോദിച്ചത്, ഇത് ജനറലി ഒരു ദിവസം നടക്കുന്ന ഒരു സിനിമയിൽ, എല്ലാ സിനിമയും നടക്കുന്ന കാര്യമല്ലല്ലോ. ഇത് നമുക്ക് എഫോർഡ് ചെയ്യുന്നതുകൊണ്ടല്ലേ നമ്മൾ സിനിമയിലേക്ക് കൊണ്ടുവരുന്നത്. അതിന് നമുക്ക് പുറത്തു പറയാനുള്ള അവകാശമുണ്ട്. അത് തള്ളലല്ല, അതുള്ള കാര്യമാണ്. നാളെ ഇദ്ദേഹം സിനിമയിൽ ഇല്ലെങ്കിൽ അത് തള്ളലായിരുന്നു. അപ്പം അങ്ങനെ കുറെ എന്താ പറയുന്ന ഒരു ഫോറിൻ ആക്ടേഴ്സൊക്കെ ഈ സിനിമയിലുണ്ട്. ഈ ഫാക്ടേഴ്സ് ഒക്കെ ഒരുമിച്ച് വന്ന് സിനിമ വിജയത്തിലെത്തുമ്പോഴാണ് നമുക്കൊരു സന്തോഷം കിട്ടുന്നത്. മരക്കാറ് ചെയ്യുമ്പോൾ മരക്കാറ് ശരിക്കും അവാർഡ് വിന്നിംഗ് ആണ്, നാഷണൽ അവാർഡ് കിട്ടുന്നുണ്ട്. പക്ഷേ ബ്രോഡ് ആഡിയെ കുറിച്ച് ഒരുപാട് പേര് വന്ന് സംസാരിച്ചിട്ടുണ്ടാവും പേഴ്സണലി. അപ്പോൾ രണ്ടും രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നമ്മളെ വർക്കിന്റെ കാര്യത്തിൽ അംഗീകരിച്ചതാണ് ഒരർത്ഥത്തിൽ. പക്ഷെ ജനകീയമായിട്ടുള്ള ഒരു ചോദിച്ചറിയൽ നടന്ന ബ്രോഡ് ആഡിയിൽ മറ്റേത് ചെയ്തത് എങ്ങനെയാണ്, മറ്റേത് ഇവിടെ വാങ്ങിക്കാൻ കിട്ടുമെന്നൊക്കെ ചോദിക്കില്ലേ. ഇത് ചില കോൺട്രാസ്റ്റുകൾ നമ്മൾ പല രീതിയിലാണ് ആസ്വദിക്കുന്നത്. ആ രണ്ട് കാര്യങ്ങളെ എങ്ങനെയാണ് ആസ്വദിച്ചത്? ഈസ് എ വെരി ഗുഡ് ക്വസ്റ്റ്യൻ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ആൾക്കാർ ചിന്തിക്കില്ലല്ലോ. ബിക്കോസ് എനിക്ക് തോന്നുന്നു ഇപ്പോഴും നമ്മൾ ഏറ്റവും കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യുന്ന കാര്യത്തിനെ എല്ലാം അപ്രീഷിയേറ്റ് ചെയ്യപ്പെടുന്നത് അല്ലേ. സോ നമ്മളതിനെ ലെറ്റ് ഗോ ചെയ്യാൻ പറ്റും. നമ്മളൊരു ജോലി ചെയ്തു, ആ ജോലി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞു. പിന്നെ അതിൻ്റെ ഡിസിഷൻ എടുക്കുന്നത് മറ്റുള്ള ആൾക്കാരാണ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ജേർണിയിൽ നമുക്ക് മനസ്സിലാവുന്നതാണ്. അല്ലാതെ ഇപ്പം നമ്മുടെ ലാസ്റ്റ് ഇപ്പം എനിക്ക് തോന്നുന്നു നമ്മൾ ഇരുന്ന് സംസാരിച്ചത് മലക്കോട്ടെ. സോ ഐ തിങ്ക് ഞാൻ മരക്കാരിൽ വർക്ക് ചെയ്തതിനേക്കാൾ കൂടുതൽ ഒരുപാട് എഫേർട്ട് ഇട്ട സിനിമയാണ്. അത് എവിടേക്ക് എത്തിയില്ല. പക്ഷെ അത് വിചാരിച്ചിട്ട് നമ്മൾ വർക്ക് ചെയ്ത് ഇല്ലാതാവുന്നില്ല, അല്ലെങ്കിൽ അത് അംഗീകരിക്കപ്പെട്ടില്ല എന്ന് പറയുന്നതിന് വേറെ ഒരുപാട് കാരണങ്ങളുണ്ടല്ലോ. ഈ എല്ലാ സിനിമയും നമ്മൾ വരുന്ന രീതിയിൽ അതിനെ ഉൾക്കൊള്ളുകയും, അത് പുതിയ അനുഭവമാണല്ലോ. പുതിയ അനുഭവമായിട്ട് നമ്മൾ കണക്കാക്കിക്കൊണ്ട് നമ്മൾ അതിലേക്ക് വേണ്ടി ഒരുപാട് പഠനം നടത്തണം. അത് നടത്തി കഴിഞ്ഞിട്ട് ആ സിനിമ വിജയിക്കാതിരിക്കുന്നിടത്തൊക്കെയും എപ്പോഴും നമുക്കൊരു ടേക്ക് അവേ ഉണ്ട് അതിൽ നിന്ന്. അത് ചിലപ്പോൾ നമ്മുടെ ലേണിംഗ് ആയിരിക്കും. ഐ തിങ്ക് ഇതെൻ്റെ 13ാമത്തെ വർഷം എന്താണ് സിനിമയിൽ വന്നിട്ട്. അപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, എനിക്ക് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ കിട്ടുന്നു. അല്ല, ഇപ്പോൾ നമ്മളൊരു കോസ്റ്റ്യൂം ഡിസൈനറോ ഫാഷൻ ഡിസൈനറോ ആയിരുന്നതുകൊണ്ട് മാത്രം നമുക്കിതുപോലെ പല രാജ്യങ്ങളിൽ പോവുകയും പല പേഴ്സണാലിറ്റികളെ നമുക്ക് പരിചയപ്പെടാനും അവിടെയുള്ള വസ്ത്രധാരണങ്ങളെ നമുക്ക് നേരിട്ട് കാണാനും മനസ്സിലാക്കാനും, ഈവൻ ഇപ്പം നമ്മൾ ഈ സിനിമയിൽ നമ്മൾ പുറത്തുള്ള രാജ്യങ്ങളൊക്കെ വിടും, നമ്മൾ ഇന്ത്യയിൽ തന്നെ ഒരുപാട് സ്റ്റേറ്റിൽ പോയിട്ടുണ്ട്. ഇപ്പം ഈവൻ ഗുജറാത്തിലൊക്കെ നമ്മൾ ഏറ്റവും ഒരു വളരെ ബാക്ക്വേർഡിലേക്ക് നിൽക്കുന്ന ചില വില്ലേജിലൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ നെയ്ത്തുകൾ പോലും അവിടെ നമ്മൾ ഓൾമോസ്റ്റ് 2 മാസം എന്തോ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അവിടുത്തെ ഒരുവിധപ്പെട്ട എല്ലാ നെയ്ത്ത് ഗ്രാമത്തിലേക്കും ഞാൻ പോയിട്ടുണ്ട്. അപ്പം അത് നമ്മുടെ ഡ്രൈവാണ്. എന്ന് വെച്ചാൽ അവിടെ ചെല്ലുന്നു, നമ്മുടെ 10-15 ദിവസത്തിനുള്ളിൽ നമ്മൾ ഷൂട്ടിംഗ് ഒന്ന് സെറ്റിലാവുന്നു. പിന്നെ അത് കഴിഞ്ഞാൽ നമുക്കൊരു വണ്ടി, നമ്മുടെ കമ്പനിയുടെ വണ്ടി എടുത്തിട്ട് നമുക്ക് എവിടേക്കുള്ളിലും യാത്ര ചെയ്യാം. മേ ബി ഒരു ഹാഫ് ഡേ നമുക്ക് പോയി
ഇതൊക്കെ കണ്ടിട്ട് തിരിച്ചു വരാം. അങ്ങനെ നമുക്ക് സംഭവിക്കുന്ന സിനിമയിൽ കൂടിയാണല്ലോ. ഇത്രയും തന്നൊരു സിനിമ നമുക്ക് വിജയിക്കാതിരുന്നു കഴിഞ്ഞാൽ പോലും നമുക്ക് സന്തോഷിക്കാൻ വേറെ എത്രയും കാരണങ്ങളുണ്ട്. അപ്പൊ ഞാനതിൽ സന്തോഷിക്കുക, അല്ലെങ്കിൽ എനിക്കതിൽ ആ പഠനം എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. ചിലപ്പോൾ നമ്മൾ അടുത്തൊരു സിനിമയ്ക്ക് പോകുമ്പോൾ നമ്മൾ അവിടെ നിന്ന് പിടിച്ചൊരു കണക്ഷനിലേക്കായിരിക്കും നമ്മൾ വീണ്ടും തിരിച്ചു പോകുന്നത്. അത് ചിലപ്പോൾ പ്രോബ്ലി എന്നെ പോലെ കുറച്ചും കൂടെ ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യാന്ന് പറയില്ലേ. ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ ഒരുപാട് വർക്കുകളെ മിസ് ചെയ്യുന്ന ആളാണ്. മിസ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഞാൻ വേണ്ടാന്ന് വെക്കുന്ന ആളാണ്. അത് ചിലപ്പോൾ എൻ്റെ കുറച്ചും കൂടെ വേറൊരു വർക്കിലേക്ക് ഞാൻ സ്വാഭാവികമായി എത്തിച്ചേരാനുള്ള എൻ്റെ ഒരു ഇതാണ്. എന്നുവെച്ചാൽ എനിക്ക് എന്ത് എക്സൈറ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യത്തിൽ ഞാൻ ഒരുപാട് ചിന്തിക്കാറുണ്ട്. മറ്റുള്ള ആൾക്കാർക്ക് എന്ത് എക്സൈറ്റ് ചെയ്യുന്നു എന്നല്ല, എനിക്ക് ഇത് എക്സൈറ്റിങ് ഇനഫാണോ. ഇപ്പം ചില സിനിമകളുണ്ട്, ചിലപ്പോൾ അടുത്തൊരു ഇത് അത്രയ്ക്ക് അങ്ങോട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, പക്ഷേ അടുത്തൊരു 3 മാസം വലിയ കുഴപ്പമില്ലാതെ 3-4 മാസം എനിക്ക് വർക്ക് ചെയ്യാം, വലിയ കുഴപ്പമില്ലാത്തൊരു സാമ്പത്തികമായിട്ടുള്ള രീതിയിലൊക്കെ അതിങ്ങോട്ട് വരും. പക്ഷേ മേ ബി നമ്മളൊരു ആ 3 മാസം കഴിഞ്ഞിട്ട് ഒരു വർഷത്തിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ ആ ശരിക്കും ഒരു 4 മാസം നമുക്ക് റിലേറ്റീവ്ലി നമുക്ക് എത്രമാത്രം ഗുണം ചെയ്തു എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അതിൽ പിന്നെ ഗുണം ചെയ്യില്ല. ഞാൻ അങ്ങനെ ചിന്തിക്കാറുണ്ട്. ഓക്കെ, ഈ സിനിമയിൽ പോയി ഇത് സാമ്പത്തികമായി എന്നെ ഹെൽപ്പ് ചെയ്തു, പക്ഷേ സിനിമ എനിക്ക് ഇൻട്രസ്റ്റിംഗ് അല്ല. ആ സിനിമ ചിലപ്പോൾ നാളെ വിജയിച്ചേക്കാം, പക്ഷേ അതിൽ കോസ്റ്റ്യൂം കോൺട്രിബ്യൂഷൻ വലിയ കാര്യമായിട്ടോ അല്ലെങ്കിൽ സിനിമ എനിക്ക് വലിയ കാര്യമായിട്ടോ ഇഷ്ടപ്പെടാത്തതുകൊണ്ട് സ്റ്റിൽ ഞാൻ ആ സിനിമയിൽ വർക്ക് ചെയ്തു. ഇത് ഇങ്ങനെയൊക്കെ ആൾക്കാർ ചിന്തിക്കണ്ടോ എന്ന് എനിക്കറിയില്ല. ബിക്കോസ് അങ്ങനെ ചിന്തിക്കുന്ന ചിലപ്പോൾ ഒരുപാട് നല്ലതായിരിക്കില്ല. ഞാൻ ചിലപ്പോൾ ചിന്തിക്കാം മേ ബി എനിക്ക് ആ 3 മാസം വേറെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കാം. ബിക്കോസ് അതിനുള്ളിൽ ചിലപ്പോൾ എൻ്റെ ഒരു കോൺഫിഡൻസോ, അല്ലെങ്കിൽ അത് ചിലപ്പോൾ കോൺഫിഡൻസ് ആണോ എന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു മേ ബി ഞാനൊരു കുറച്ച് നാൾ വർക്ക് ചെയ്തിരുന്നാൽ പോലും ഞാൻ ഇതുവരെ വർക്ക് ചെയ്ത സിനിമകൾ വെച്ചിട്ടോ അല്ലെങ്കിൽ എൻ്റെ ഒരു ഐഡൻറ്റിറ്റി വെച്ചിട്ട് എനിക്ക് മേ ബി നെക്സ്റ്റ് ഇയർ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാൻ എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ പുതിയ ഡയറക്ടേഴ്സിനെ നേരിട്ട് പോയി കാണാൻ പോലും എനിക്ക് പ്രശ്നമില്ല, എന്നെ അറിയാത്തവരുടെ അടുത്ത്. ബിക്കോസ് അവരുടെ കയ്യിൽ അങ്ങനത്തെ ഒരു സാധനം ഉണ്ടെങ്കിൽ ഞാൻ എന്തുകൊണ്ട് വെക്കൂടാ? ബിക്കോസ് അവരിൽ അങ്ങനത്തെ ഒരു കാര്യം ഉണ്ടല്ലോ. അല്ലെങ്കിൽ അവരതിന് മുൻപ് ചെയ്തിട്ടുള്ള സിനിമ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് എനിക്ക് അയാളെ കാണാം. അയാൾ എത്ര ചിലപ്പോൾ എന്നേക്കാൾ 10 വയസ്സിന് താഴെയുള്ള ആളെ, ചെറിയ ആളായിക്കോട്ടെ, ഐ ഡോണ്ട് മൈൻഡ് ദാറ്റ്. അങ്ങനത്തെ ഒന്നും കൊണ്ടുപോകുന്നില്ല ഞാൻ.